നീണ്ടുനിന്ന നീലമ്പേരൂർ പൂരത്തിന് സമാപനമായി. വെളിച്ചത്തിന്റെ പൊൻപ്രഭയിൽ ദേശത്തിന്റെ സുഹൃതമായ വലിയ അന്നം പറന്നിറങ്ങുന്ന സുദിനമാണ് നീലമ്പേരൂർ പടയണി ദിനം. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പടയണിക്കാലവും. സമകാലിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കോലങ്ങൾ നീലമ്പേരൂരിൽ പൂരം പടയണിയിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വയനാട് ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഗോവർദ്ധന പർവ്വതമുയർത്തുന്ന ശ്രീകൃഷ്ണന്റെ കോലമാണ് ഇത്തവണ ശ്രദ്ധേയമായത്. പേമാരിയിൽ നിന്ന് ജീവജാലങ്ങളെ രക്ഷിച്ച ശ്രീകൃഷ്ണൻ ദുരന്തങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുമെന്ന സങ്കല്പമാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 2018 മഹാപ്രളയത്തെ തുടർന്ന് വസുദേവർ കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് ഉണ്ണിക്കണ്ണനെ അനന്തന്റെ സഹായത്തോടെ നന്ദഗോപുരെ അമ്പാടിയിലെത്തിക്കുന്ന രംഗമാണ് കോലമായി ഒരുക്കിയത്. കേരളത്തിലെ ആദ്യ പടയണിയാണ് നീലമ്പേരൂർ പൂരപ്പടയണി എന്ന് കരുതപ്പെടുന്നു. ഇവിടെ പടയണിക്ക് അടിസ്ഥാനമായ ഭാഷയില്ല, പകരം വായ്ത്താരികളാണ് ഉള്ളത്. ഇത് പടയണിയുടെ പഴമയെ കുറിക്കുന്ന ശക്തമായ ഒരു സൂചന കൂടി. അന്നങ്ങളുടെയും കോലങ്ങളുടെയും ചട്ടം കൂട്ടുന്നതിന് ലോഹങ്ങൾ ഉപയോഗിക്കുന്നില്ല, പകരം തടി പൊഴിച്ചെടുത്താണ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. ഇതും പഴമയെ സൂചിപ്പിക്കുന്നു. ബുദ്ധമത സ്വാധീനവും പടയണിയിൽ കാണാമെന്നാണ് ചില ചരിത്രകാരന്മാർ ഇതേക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പടയണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റുകളായി രേഖപ്പെടുത്തണേ.